200 വർഷത്തോളം പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. വൻ ദുരന്തം ഒഴിവായി. എരമംഗലം കല്ലൂർപുള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ആൽമരമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 കടപുഴകി വീണത്. മരം വീഴുന്നതിന് മുമ്പ് വിണ്ടുകയറുന്ന വലിയ ശബ്ദം കേട്ട തൊട്ടടുത്ത കടയിലുണ്ടായിരുന്നവർ ഉടൻ നാട്ടുകാരെ വിവരമറിയിച്ചതിനാൽ ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. തുടർന്ന് നിമിഷങ്ങൾക്കകം ആൽമരം നിലംപതിക്കുകയായിരുന്നു. പണി കഴിഞ്ഞ സമയത്ത് പൈപ്പിൽ വെള്ളമാക്കി കൈകൊണ്ട് പോകുമ്പോൾ ഇതിങ്ങനെ വീണ്ടുന്ന സംഭവം കണ്ടപ്പോൾ ഞാൻ മറ്റുള്ള നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ അനീഷ്, ഗോകുല്, ജീനി അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. അവരെ വിളിച്ച് എത്ര മിനിറ്റ് ഓടി വാന്ന് പറഞ്ഞപ്പോ അവര് വെച്ച് പാമ്പിനെ കണ്ടെന്ന് വിചാരിച്ചത്. അപ്പൊ ഇത് വീണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ആള് വീണത്. അതാണ് സംഭവിച്ചത്. സംഭവ സമയത്ത് സമീപത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കടപുഴകി വീണ ആൽമരത്തിന്റെ ശാഖകൾ സമീപത്തെ ചീരമ്പത്തേൽ അമ്മുവിന്റെ വീടിന് മുകളിലേക്ക് പതിച്ച് വീടിന് ഭാഗിക നാശനഷ്ടമുണ്ടായി. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന കുറ്റേരി ഗോപിയുടെ വീടിന്റെ മതിലും തകർന്നു. വിവരമറിഞ്ഞെത്തിയ പൊന്നാനി അഗ്നിരക്ഷാസേന മണിക്കൂറുകളോളം നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് മരത്തിന്റെ ശാഖകൾ മുറിച്ചുമാറ്റി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെയുള്ള സഞ്ചാരം പൂർവ്വസ്ഥിതിയിലാക്കിയത്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, പഞ്ചായത്ത് അംഗങ്ങൾ, പെരുമ്പടപ്പ് പോലീസ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ായിട്ടാണ് വീണിട്ടുള്ളത്. ഒരു വീടിന്റെ ചുറ്റുമതിലും തകർന്ന ഒരവസ്ഥയിലാണ്. ആ വീടിന്റെ അവിടെ നിന്നും വീടിന് മുകളിൽ നിന്നുള്ള മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് വന്നിട്ട് പിന്നെ മരം വെട്ടണ ആൾക്കാരെ സമീപിച്ചിട്ടുണ്ട്. അവര് അല്പസമയത്തിനുള്ളിൽ എത്തും. KSEB, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരൊക്കെ ദ്രുതഗതിയിൽ വന്നിട്ട് ഏറ്റവും പെട്ടെന്ന് ഇവിടുന്ന് മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും.